വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന്റെ ആഘോഷ പ്രകടനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം. ഇനി അണികളുടെ സമയമാണ്, പ്രവർത്തകരുടെ സമയമാണ്. വിവിധ DCCകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ UDF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുമൊക്കെ വലിയ ആഘോഷം നടക്കുകയാണ്. പ്രവർത്തകരും അണികളുമൊക്കെ നൃത്തം ചവിട്ടിയും വാദ്യമേളങ്ങളോടെയും ഒക്കെ ചേർന്നുള്ള ആഘോഷ പ്രകടനം നടക്കുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ്. UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷമാണ് അവിടെ നടക്കുന്നത്. പ്രദീപ് നാരായണൻ വിവരങ്ങളുമായി. അങ്ങനെ വലിയ ആഘോഷം അവിടെ നടക്കുകയാണ്. അതിൽ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം. തീർച്ചയായും UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് നഗരത്തിൽ ഇപ്പോൾ വമ്പനൊരു ആഘോഷ പ്രകടനം നടക്കുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് UDFന്റെ എല്ലാ പാർട്ടികളുടെയും എല്ലാ ഘടകകക്ഷികളുടെയും ജില്ലാ നേതാക്കൾ അണിനിരുന്നുകൊണ്ടുള്ള ഒരു പ്രകടനം. MLA കാസർഗോഡ് നിയുക്ത MLA കല്ലട്ര മാഹിൻ ഹാജി, ഒപ്പം മുൻ MLA കുന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. പടക്കം പൊട്ടിച്ചുകൊണ്ടും ഒക്കെ വലിയ ആഘോഷമായിട്ടാണ് ഇവിടെ പ്രകടനം നടക്കുന്നത്. നേരത്തെ തന്നെ DCC ഓഫീസിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കാസർഗോഡ് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രകടനം നടക്കുന്നത്. എന്തായാലും പ്രകടനം ആവേശപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. അനുജ, എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ച് അവിടുത്തെ UDFന്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ LDFന്റെ ഉറച്ച കോട്ടകൾ തകർത്തിട്ടുണ്ട്. BJP ഏറെ പ്രതീക്ഷ പുലർത്തിയ 2 മണ്ഡലങ്ങൾ വളരെ സാഹസികമായി തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. അഭിമാനിക്കാൻ ഒരുപാടുണ്ട് കാസർഗോഡ് UDFനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പരമാവധിയിൽ അവിടെ ആഘാതം, ആഘോഷം അരതല്ലുകയാണ്. ഇത് കാസർഗോഡ് മാത്രം കാഴ്ചയല്ല. സംസ്ഥാനത്തെ 14 ജില്ലകളും സമാനമായി VD സതീശൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ ആഘോഷം നടക്കുന്നു. സത്യപ്രതിജ്ഞയാകുമ്പോഴേക്കും ആഘോഷം എങ്ങനെയായിരിക്കും, അത് ഏത് തരത്തിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. UDFനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ലീഗും വലിയ പിന്തുണ കൊടുക്കുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന പോലെ തന്നെ VD സതീശന് അനുകൂല ഫാക്ടർ എടുത്ത, അനുകൂലമായ പിന്തുണ കൊടുത്ത ഒരു ഘടകകക്ഷിയാണ് ലീഗ്. അങ്ങനെ ലീഗിന് വലിയ സ്വാധീനമുള്ള കാസർഗോഡ് VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അത് തന്നെയാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധതരം ആഘോഷങ്ങളുടെ വിവിധയിടങ്ങളിലെ ആഘോഷങ്ങളുടെ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതാണ് കണ്ണേ കരളെ എന്നുള്ള ആ മുദ്രാവാക്യം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. പ്രതിഷേധം എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള മുദ്രാവാക്യമായി അത് ഉയർന്നു വരുന്നു. ആ മുദ്രാവാക്യം ഇന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. കണ്ണേ കരളെ VDSA എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം അത് വിവിധ ഇടങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുകയാണ്. നയിക്കാൻ VD സതീശൻ എത്തിയതിൻ്റെ ആഹ്ലാദം അത് തെരുവുകളിൽ ഇപ്പോൾ പ്രകടമാക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും അണികളും. വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ മുദ്രാവാക്യം മുഴക്കി തങ്ങളുടെ നേതാവിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നു, അഭിവാദ്യം അർപ്പിക്കുകയാണ്. നേരത്തെ ഒരു പ്രവർത്തകൻ നമ്മളോട് പറഞ്ഞതുപോലെ, വിപിൻ സി വിജയനോട് പറഞ്ഞതുപോലെ, എറണാകുളത്തിൻ്റെ ഒന്നോമനയാണ് എന്ന് പറയുകയാണ് VD സതീശൻ. എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വലിയ ആഹ്ലാദം കൂടി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. DCCയുടെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം. ഒപ്പം ഈ പറഞ്ഞോടൊപ്പം ചേർത്ത് വെക്കാൻ കണ്ണേ കരളെ എന്ന ആ 2 വാക്യങ്ങൾ പൊതുവെ തരം താഴ്ത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന നേതാക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കേരളം പൊതുവെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമായി മാറുന്നു. നമ്മളതിനു മുമ്പ് VSന്റെ പേരിനോടൊപ്പം ചേർത്ത് കേട്ട മുദ്രാവാക്യം VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കുന്നില്ല എന്ന രീതിയിലുള്ളൊക്കെ വാർത്തകൾ വന്ന ഘട്ടത്തിൽ KC മുഖ്യമന്ത്രിഷിപ്പിനായി പോരാടുന്ന വാർത്തകൾ വന്ന ഘട്ടത്തിൽ VD സതീശനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കണ്ണേ കരളെ VD എന്ന മുദ്രാവാക്യം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വീണ്ടും കേട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 10-15 ദിവസങ്ങൾ. ആ 15 ദിവസത്തെ അവരുടെ പോരാട്ടത്തിന്, അവരുടെ മുദ്രാവാക്യത്തിന്, അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഒടുക്കം VD എന്ന മുഖ്യമന്ത്രിയുടെ ഫലം കാണുമ്പോൾ അത് പരമാവധിയിൽ ആഘോഷിക്കാണ്, ആഹ്ലാദ തീർപ്പിലാണ് അവിടെയുള്ള ഈ സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, അണികൾ, ജനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.